ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാനും സുഖമായിരിക്കുന്നു. പ്രബിന് ഇതുവരെ പനി കുറഞ്ഞിട്ടില്ല. ആശുപത്രിയിൽ തന്നെയാണ്. പ്രബിനിരിക്കുന്ന റൂമിനകത്ത് ഭയങ്കര സൗണ്ടാണ്. സിസ്റ്റേഴ്സിനെയും പിന്നെ തൊട്ടടുത്താണ് വാർഡിൻ്റെ തൊട്ട് ചേർന്നിട്ട് ഒരു പാലിറ്റീവ് കെയറിൻ്റെ ഒരു റൂമുണ്ട്. അതിൽ 2 ബെഡുണ്ട്. അപ്പോൾ 2 രോഗികളാണ് അവിടെ ഉള്ളത്, പ്രബിനും മറ്റൊരു രോഗിയും. ഇരുന്നാലും അവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഭയങ്കര ഒച്ചപ്പാടാണ്. പുറത്തുള്ള ഒച്ച കാരണം നമുക്കൊന്നും കേൾക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പുറത്തിറങ്ങി വണ്ടിയിൽ വന്നിരുന്നിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്, പ്രബിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പ്രബിന് പനി കുറഞ്ഞിട്ടില്ല. ഇന്ന് നല്ല പനിയുണ്ട്. ഇഞ്ചക്ഷൻ എടുക്കണം, 5 ദിവസത്തെ ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞാനത് വേറൊരു വീഡിയോയിൽ ചെയ്യും. ഇന്നലെ എനിക്ക് ഒട്ടും വയ്യായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഒരു വീഡിയോസും ചെയ്യാത്ത. മാനസികമായിട്ട് നല്ല വിഷമത്തിലായിരുന്നു. അതാ ഒരു വീഡിയോയും ചെയ്തില്ല കേട്ടോ ഇന്നലെ. പ്രബിൻ്റെ പനി കുറയുന്നില്ല. ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരുന്നിട്ടും അങ്ങനെ വലിയ പനിയില്ല. 100 ഡിഗ്രിയിൽ മുകളിലോട്ടുള്ള ആ ഒരു പനിയില്ല. അതുകൊണ്ടൊരു സമാധാനമായിട്ടിരിക്കുകയാണ്. എന്നാലും നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥനയും കൂടെയുണ്ട്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഞാൻ വീഡിയോ ചെയ്യാം പ്രബിനെ കുറിച്ച് കുറച്ച് കഴിഞ്ഞ്. അപ്പോൾ ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത്, ഭയങ്കര സങ്കടം തോന്നി. കാരണം രേണുസുധിയെക്കുറിച്ച് ആൾക്കാർ പറഞ്ഞുകൊണ്ട് തിരികെയാണ്. എനിക്കും ഇഷ്ടമില്ലാത്തൊരു വ്യക്തി തന്നെയാണ്. ഇഷ്ടമില്ല എന്നല്ല, ആളെ ഇഷ്ടമാണ്. ആൾ കാണിക്കുന്ന ചില പ്രവൃത്തികൾ എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. ആ ഒരു ചെറിയ കാര്യങ്ങളുമായിട്ട് എനിക്ക് യോജിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ അവരുമായിട്ടുള്ള വീഡിയോസൊന്നും ചെയ്യാത്തത്. വേറെ അവരെ എനിക്ക് ഇഷ്ടക്കേടായിട്ടൊന്നുമില്ല കേട്ടോ. നല്ലൊരു സ്ത്രീ തന്നെയാണ് കേട്ടോ. നല്ലൊരു അമ്മയാണ്. എല്ലാം ആണ്, ശരിയാണ്. പിന്നെ പറയാൻ വന്നത് ഞാനതല്ല. ഇന്ന് ഞാൻ എതിർച്ചയായിട്ടൊരു വീഡിയോ കാണാനിടയായി. അപ്പോൾ ഞാൻ ആ വീഡിയോ ഒരു ചെറിയൊരു ക്ലിപ്പ് ഞാനിവിടെ കൊടുക്കാം കേട്ടോ. നിങ്ങളത് കണ്ടോക്ക്, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് രേണുസുധിക്ക് ചികിത്സ തേടി രേണുസുധിയുടെ അനിയത്തിയും ചെന്നത്. അവിടെ സർജറിയിലാണ് പോയി കാണിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഒരു ഡോക്ടറുടെ പേരൊക്കെ പറഞ്ഞായിരുന്നു. ഞാനിതനുസരിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിലെ പോയി തിരക്കിയിട്ടുണ്ട്. ഇനി വല്ല പനിക്കാണോ എന്തിനാണോ വന്നെന്നുള്ള കറക്റ്റായിട്ട് രേണുസുധി പറയുന്നില്ല. രേണുസുധിക്ക് അസുഖമുണ്ട്, വന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ അത് ഇവർ ചിലപ്പം ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് മറച്ചു വെച്ചായിരിക്കും. രേണുസുധിക്ക് അസുഖം ഉണ്ടെന്ന് രേണുസുധി പറയുന്നില്ല, പക്ഷെ പറയാതെ പറയുന്നുണ്ട്. രേണുസുധിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെന്ന് രേണുസുധി പറയാതെ പറയുന്നുണ്ട്. അപ്പം ഈ ഒരു ക്ലിപ്പ് നിങ്ങൾ കേട്ടല്ലോ അല്ലേ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എനിക്ക് തോന്നുന്നത്, രേണുസുധീരെ പുറകെ ഇങ്ങനെ മണത്ത് നടക്കാതെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കണ്ടൻറ്റിൻ്റെ പുറകെ നിന്ന് പോണതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർക്കിപ്പോൾ ക്യാൻസർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരുടെ വീട്ടുകാരല്ലേ അവരെ ചികിത്സിക്കേണ്ടത്. ഞാനോ നിങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്നവരോ ചികിത്സിക്കാൻ പോവോ? ഈ ക്യാൻസർ എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നിങ്ങൾ ഈ വെറും വാക്കുകൊണ്ട് പറയുന്ന ഒരു കാര്യമല്ല കേട്ടോ. അത് ശരിക്കും അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ ഒരു ഉള്ളിലോട്ട് ഇറങ്ങണം. അപ്പോഴേ അതിൻ്റെ വേദന എന്തെന്ന് നിങ്ങൾക്കറിയും. വെറുതെ വന്നിരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. നിങ്ങളൊരു കാര്യം ചെയ്യണം. രേണുസുധീരെ പുറകെ ഇങ്ങനെ മണത്ത് നടന്ന് അവർ പോകുന്ന ഹോസ്പിറ്റലും അവർ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പോകാതെ നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ നോക്കാൻ നോക്ക്. അവർക്ക് അസുഖം ഉണ്ടെങ്കിൽ അവർ ചികിത്സിക്കട്ടെ. അവർക്ക് എന്തോ ആയിക്കോട്ടെ. അവരെ കാണിക്കുന്ന പ്രവൃത്തികൾ എനിക്കിഷ്ടമല്ല, ശരി തന്നെയാണ്. ചില കാര്യങ്ങൾ എനിക്കിഷ്ടമില്ല തന്നെയാണ്. ഇരുന്നാലും ഞാൻ പറയുകയാണ്, ക്യാൻസർ എന്നൊരു രോഗം പറഞ്ഞ് അവരെ നിങ്ങളിങ്ങനെ വെറുതെ മാനസികമായിട്ട് വേദനിപ്പിക്കരുത്. അവർക്ക് ചിലപ്പം പറയാൻ താല്പര്യമില്ലായിരിക്കും, അതങ്ങ് വിടുക. ചിലപ്പോൾ അവർക്ക് പറയണമെന്ന് തോന്നുമ്പോൾ അവർ വന്നിരുന്ന് പറയട്ടെ. എന്നിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് പറയേ. അതുവരെയെങ്കിലും അവരെ വെറുതെ വിട്ടൂടെ? വലിയ റിയാക്ഷൻ ചാനലുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നവർ, അവരെക്കുറിച്ച് 24 മണിക്കൂറും അവരെക്കുറിച്ചുള്ള കുറ്റവും കുറവുകളും എല്ലാം പറഞ്ഞുകൊണ്ട് തിരിഞ്ഞവർ നിർത്തി. ഇനി നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? എന്തോ ആവട്ടെ, അസുഖം ഇല്ലാതെ ആവട്ടെ, എന്തോ ആവട്ടെ, അവർക്ക് പറയാൻ താല്പര്യമുള്ളപ്പം പറയട്ടെ.
അതുവരെയെങ്കിലും നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ, അവരെ പുറകെ നിന്ന് ഇങ്ങനെ മണത്ത് നടക്കാതിരിക്കേ. അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ അവർ താല്പര്യപ്പെടുന്നെങ്കിൽ ചെയ്യട്ടെ. നിങ്ങൾ കാരണം ഇനി അവരെ ട്രീറ്റ്മെൻറ്റ് മുടങ്ങേണ്ട അവസ്ഥ വരുമോ? ഇനി അസുഖം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തോ ആവട്ടെ, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ പോണടത്തൊക്കെ നിങ്ങളിങ്ങനെ മണത്ത് നടക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ നിങ്ങളോട് പറയാൻ താല്പര്യമില്ല. അതുകൊണ്ട് അവർ ഇനി ട്രീറ്റ്മെൻറ്റ്, അയ്യോ ഞാൻ ഇനി ആശുപത്രി പോയാൽ ഇവരെൻ്റെ ആരെങ്കിലും വരുമോ എന്ന് പറഞ്ഞിട്ട് അവരത് പേടിച്ച് അവരെ ട്രീറ്റ്മെൻറ്റിന് മുടക്കം വന്നാൽ അവരുടെ ജീവന് അപകടം വരികയല്ലേ. അവർ ജീവിക്കട്ടെ, അവർക്കൊരു കുഞ്ഞുണ്ട്, അവർ പ്രസവിച്ച ഒരു കുഞ്ഞ് അവർക്കുണ്ട്. ഇനിയിപ്പോൾ കൊല്ലം സുധിയുടെ മോൻ പിണങ്ങി അവർ മാറി നിൽക്കുകയാണെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ അവർ അമ്മയും മക്കളുമാണ്, അവർ ഒന്ന് ചേരും. എത്രയായാലും കൊല്ലം സുധിയുടെ മോനാണ് കിച്ചു. ഇപ്പോൾ പിണങ്ങിയാലും പിണങ്ങിയില്ലെങ്കിലും അവർ അമ്മയും മക്കളുമാണ്. ഒന്നുമില്ലെങ്കിലും 10-11 വർഷം, 11 വയസ്സിൽ അവരെ അമ്മയെന്ന് വിളിച്ച ഒരു കുട്ടിയാണ്. അവന് ചില വിഷമം വന്നപ്പോൾ അവരെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. എന്ന് പറഞ്ഞിട്ട് ഇനി ജീവിതകാലം മൊത്തം പിണങ്ങിയിരിക്കണമെന്നാണോ? ഇല്ല, അവൻ വരും, ഇന്നല്ലെങ്കിൽ നാളെ അവൻ വരും. വന്ന് അമ്മ എന്ന് വിളിച്ച് സംസാരിക്കും. അല്ലെങ്കിൽ ഇപ്പോഴും വിളിക്കുന്നുണ്ട് ഇടയ്ക്ക്, എന്നാൽ വിളിച്ച് സംസാരിക്കുമ്പോൾ അവരെന്തായാലും സംസാരിക്കാതിരിക്കില്ല. അപ്പോൾ അവനും ഈ ഒരു രേണുവിൻ്റെ മോനാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഈ 2 മക്കളും അവരുടെ തന്നെയാണ്. ഒരു കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, ഇവരുടെ കാര്യം, അതായത് രേണുവിൻ്റെ കാര്യം അവർക്ക് പുറത്ത് കൊണ്ടുവരാൻ താല്പര്യമുള്ളപ്പോൾ അവർ കൊണ്ടുവരട്ടെ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യേ, മനസ്സിലായില്ലേ? ഇതിൻ്റെ വ്യക്തമായിട്ട് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ മോന് 2023 ക്യാൻസർ വന്നതാണ്. ഞാൻ 24 വരെ ഞാൻ പുറത്താരെയും അറിയിച്ചിട്ടില്ല. എനിക്കത് താല്പര്യമില്ലായിരുന്നു. ഈ രേണുസുധിയെ ഇപ്പോൾ പറയുന്നത് പോലെ എൻ്റെ നാട്ടുകാർ എൻ്റെ മോനെക്കുറിച്ച് അവിടെയും ഇവിടെയുമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നു. ആദ്യം പറഞ്ഞത് എന്തോ ഒരു മാരകമായിട്ടുള്ള എന്തോ അസുഖമാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നു. എന്നിട്ട് എവിടുന്നോ ചെറിയൊരു ന്യൂസ് കിട്ടിയിട്ട് ആ ന്യൂസ് കൊണ്ട് പരത്തി ക്യാൻസറാണെന്ന്. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് കരച്ചിൽ, ഉള്ളിൽ സഹിക്കാൻ പറ്റാത്ത വേദന നമുക്ക് വരും, ഇല്ലെന്നല്ല. ഞാനാണ് അത് പറയാൻ മടിച്ചത് കേട്ടോ. എൻ്റെ മോന് ക്യാൻസറാണെന്ന് പുറത്ത് പറയുന്നതിൽ എനിക്ക് ഒരു മടിയുണ്ടായിരുന്നു. അങ്ങനെ ആരും അറിയരുത്, എൻ്റെ മോന് ക്യാൻസറാണെന്ന് പുറത്താരും അറിയില്ലെന്ന് എൻ്റെ ഉള്ളിലൊരാഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആരോടും പറയാത്തത്. അങ്ങനെ സ്കൂൾ മൊത്തം കുറേശ്ശെ കാലക്രമേണ അറിഞ്ഞു. 2024 ജൂൺ ജൂലൈ മാസത്തിൽ കംപ്ലീറ്റും എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കത് മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് പുറത്ത് പറയുകയും ചെയ്തു. പിന്നെ ശരിയാണ് എന്ന് പറഞ്ഞ് പുറത്ത് പറയുകയും ചെയ്തു. ഞങ്ങളൊന്നും മിണ്ടിയില്ല കേട്ടോ. ഈ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞപ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ട്, നിൻ്റെ മോൻ ഇങ്ങനെയാണ്, ഇന്നയാൾ പറയുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ ചെവിയിലെത്തുമ്പോൾ ഞങ്ങൾക്ക് വിഷമം ഉണ്ടായിരുന്നു. പറയുന്നവരെന്തെങ്കിലും പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കോൾ കട്ട് ചെയ്യും. എന്നിട്ട് 2024 ഞങ്ങൾക്ക് പറയണമെന്ന് തോന്നി. ഇനി പറയാതെ പുറത്ത് വെച്ചിട്ട് കാര്യമില്ല. കാരണം കീമോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ മോൻ്റെ തലയിൽ നിന്ന് മുടികളെല്ലാം കൊഴിയാൻ തുടങ്ങി. ശരി, പോട്ടെ, ഇനി അങ്ങ് അറിയിക്കാം. എൻ്റെ മനസ്സിൽ എൻ്റെ മോനെ അങ്ങനെ കാണാൻ താല്പര്യമില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ മറ്റൊരാൾ അവനെ ആ കണ്ണുകൊണ്ട് കാണരുത് എന്നൊരാഗ്രഹം എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ പറയാത്തത്. പിന്നെ കാലക്രമേണ എന്നോട് ടീച്ചേഴ്സൊക്കെ, സ്കൂളിൽ അവനെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും പിന്നെ പുറത്തുള്ളവരും ബന്ധുക്കാരും എല്ലാം പറഞ്ഞു, നമ്മൾ എത്ര മറച്ചു വെച്ചാലും ഇത് പുറത്ത് വരുന്ന ഒരു അസുഖമാണ് ഷിജി. അപ്പോൾ ഇത് പുറത്ത് കൊണ്ട് നീ പറയണം പുറത്ത്. അതുമാത്രമല്ല, ഞാൻ ചാനൽ തുടങ്ങിയത് 2025 2024 ഞാൻ ചാനൽ തുടങ്ങുന്നത്. 2025 ഞാൻ ചാനൽ തുടങ്ങുന്നത്. അതിനുശേഷമാണ് കൂടുതൽ ആൾക്കാരിലേക്ക് എൻ്റെ മോനിന് ഈ ഒരു അസുഖമാണെന്ന് എത്തുന്നത്. ഇപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും അറിയാം എൻ്റെ മോന് ക്യാൻസറാണെന്നും അവന് തിരുവനന്തപുരം RCCയിലെ ട്രീറ്റ്മെൻറ്റിലാണ് കഴിയുന്നതെന്നും എല്ലാവർക്കും അറിയാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇപ്പോൾ എനിക്ക് അതുമായിട്ട് ഒരു കുഴപ്പമില്ല. കാരണം എൻ്റെ മോനും കുഴപ്പമൊന്നുമില്ല. അവൻ അതുമായിട്ട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു.
ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ട്രീറ്റ്മെൻറ്റ് വഴി മാറുന്ന ഒരു അസുഖമാണ്. നല്ലപോലെ ട്രീറ്റ്മെൻറ്റും കെയറിങ്ങും കൊടുത്താൽ മാറും. അതും കൂടെ ഞാൻ പറയാം ഇതിൻ്റെ കൂടെ. പിന്നെ എല്ലാം ദൈവത്തിൻ്റെ ഒരു കളിയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. ആ ഒരു കാര്യം എനിക്കറിയാമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഉറപ്പിച്ച് നിങ്ങളോട് ഇങ്ങനെ പറയുന്നത്. അവർക്ക് ഇപ്പം രേണുസുതിക്ക് ക്യാൻസർ ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ, അവർക്കൊരു കുഞ്ഞുണ്ട്, പൊടിക്കുഞ്ഞാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരു പൊടിക്കുഞ്ഞുണ്ട്. അതിനെക്കുറിച്ച് ഓർക്കുന്ന ഓരോ നിമിഷവും രേണുസുതിക്ക് എന്തുമാത്രം ഉള്ളിൽ വേദനിക്കുമെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു ക്ലിപ്പ് ഞാനിവിടെ കൊടുക്കാം, രേണുസുതി പറയുന്നത്. അവനൊരു നിലയിൽ എത്തുന്നോടം വരെയെങ്കിലും കർത്താവെ നമ്മൾ ഹാപ്പി ആയിട്ട് ജീവനോടെ കാണണേ, അല്ലെങ്കിൽ ആയുസ് നീട്ടി തരണേന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം സൂചേട്ടനും അത് കാണാൻ പറ്റിയില്ല. കേട്ടോ നിങ്ങൾ? അവരുടെ മനസ്സിൽ എന്തുമാത്രം വേദന ഉണ്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അവർക്ക് അസുഖം എന്തോ ആയിക്കോട്ടെ, അത് അവർക്ക് പറയാൻ താല്പര്യമുള്ളപ്പോൾ വന്ന് പറയട്ടെ. അവരുടെ കുഞ്ഞിനെ ഓർത്തിട്ടെങ്കിലും നിങ്ങൾ അവരെ വെറുതെ വിട്. എനിക്ക് സങ്കടം വന്നിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്തത് കേട്ടോ. കാരണം ഞാനും അതേ ഒരു സങ്കടത്തിൽ കൂടി കടന്നു പോകുന്ന ആളാണ്. അതുകൊണ്ട് പ്ലീസ്, ഓക്കെ. അപ്പോൾ ഇത്രയും തന്നെ എനിക്ക് പറയാനുള്ളൂ. ബൈ.